ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈദിൻ്റെ വ്ളോഗ് കുറച്ച് ലേറ്റായിട്ടുണ്ട്, കുറച്ചധികം ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ഈദ് വ്ളോഗുകളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമില്ലായിരിക്കും, ഇപ്പോൾ ഇട്ടാൽ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെടുത്ത വീഡിയോയാണ്, അപ്പോൾ എനിക്കിപ്പോഴാണ് ഇടാൻ പറ്റിയത്. ഐ എം സോറി. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ തലേന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ നമ്മുടെ രാവിലത്തെ ബീഫിനുള്ള എല്ലാ കാര്യങ്ങളും ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീച്ച് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങോട്ടേക്ക് എടുത്ത് ചെയ്താൽ മാത്രം മതിയായിരുന്നു. രാവിലെ തന്നെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു. അതുപോലെ ചെടികളുടെ സൈഡിലും അതുപോലെ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടാവും. ചെടികളിലാണെങ്കിലും മറ്റേ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ എടുത്ത് മാറ്റും, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ അടീനിയത്തിൽ 2-3 പൂക്കളും കൂടി ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടീനിയൻ ചെടി. അതുപോലെ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സ് തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ആ പരിപാടികളൊക്കെ ചെയ്യാമെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. നമ്മുടെ വീട്ടിലെ പുതിയ പെരുന്നാളും കൂടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എൻ്റെ വീട്ടിലും നൗഫലിൻ്റെ വീട്ടിലും പോകാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ നൗഫൽ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോയത്. പോണ വഴിക്ക് ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ ഉമ്മച്ചിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി കയറി. അവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി പറിച്ചെടുത്തു. കുറേ മാങ്ങ പറിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അധികം തന്നെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി മാങ്ങയൊക്കെ പറിക്കാനുള്ള ഇൻട്രസ്റ്റിലൊക്കെയാണ്. എല്ലാവരും ചുറ്റുപുറം നിന്ന് മാങ്ങയൊക്കെ ചാടുന്നത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാങ്ങ പറിക്കലും പൊട്ടിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ച് ഒക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ
ഇതിൻ്റെ ചെറിയ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.